മഴ വീണ്ടും കനക്കുകയാണ്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കണ്ണൂരും കാസർഗോട്ടുമാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴയാണ്. തൊട്ടിൽപ്പാലം പുഴയിലും കടന്തറ പുഴയിലും മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് വയനാട് റോഡിൽ ഈങ്ങാപ്പുഴയിൽ വെള്ളം കയറിയിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അരുൺ സോളമൻ തിരുവനന്തപുരത്ത് നിന്നും, സാനിയോനും കോഴിക്കോട് നിന്നും, സജോ ദേവസ്യ കൊച്ചിയിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരും. ആദ്യം അരുൺ സോളമനിലേക്ക്. അരുൺ സോളമൻ, ഇപ്പോൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലും കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ്. നേരത്തെയുള്ള മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം വന്നിരിക്കുന്നു. ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ കാസർഗോഡും കണ്ണൂരും ഓറഞ്ച് അലർട്ട് മാറി റെഡ് അലർട്ട് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണോ മുന്നിൽ? അരുൺ, നിലവിൽ ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ പ്രധാനമായിട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. റെഡ് അലർട്ടാണ്. ഈ ജില്ലകളിൽ മലയോര മേഖലയിൽ അടക്കം കനത്ത ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് അടക്കമുള്ളവർ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും നദീതീരങ്ങളിലും അതുപോലെ തന്നെ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കനത്ത ജാഗ്രത പുലർത്തണം. വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവരുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ നിന്ന് മാറി ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയിക്കുന്നതിനനുസരിച്ച് ആ ഭാഗങ്ങളിൽ നിന്ന് മാറി മറ്റ് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ മാറി താമസിക്കണം. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ 5 ജില്ലകളിൽ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ട് തന്നെയാണ്. തിരുവനന്തപുരത്ത് നിലവിൽ ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. ചെറിയ ചാറ്റൽ മഴ മാത്രമാണുള്ളത്. അതേസമയം കൊല്ലം അതുപോലെ തന്നെ പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ മലയോര മേഖലകളിൽ മഴ തകൃതിയായിട്ട് പെയ്യുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഉള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ നിരോധനമുണ്ട്. നേരത്തെ വയനാട്, മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിരോധനം ഇപ്പോൾ തുടരുകയാണ്. പ്രത്യേകിച്ചും മലബാർ ഭാഗങ്ങളിൽ, വടക്കൻ ജില്ലകളിൽ കനത്ത മഴ സാധ്യതയാണ്. വരുന്ന 20-ാം തീയതി വരെ ഈ മഴ തുടരും. നിലവിൽ 20-ാം തീയതി വരെ കണ്ണൂർ, കാസർഗോഡ്, ഈ വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തന്നെയാണ്. ഓറഞ്ച് അലർട്ട് തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതേസമയം ഈ തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും രൂക്ഷമായിട്ടുള്ള കടലാക്രമണത്തിനും സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിനും നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. ജില്ലാ കളക്ടറിന്റെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായിട്ടുള്ള ക്യാമ്പുകളിൽ താമസിക്കുന്ന സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ ക്യാമ്പുകളിൽ മാറി താമസിക്കണം. എന്തായാലും ജില്ലാ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത്.